വാർത്തകളിലേക്കാണ്. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് എൽസിൻ എസ്റ്റേറ്റിൽ സമരം തുടരുമെന്ന് ഐക്യ ട്രേഡ് യൂണിയൻ. ഇന്ന് തൊഴിൽ വകുപ്പ് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും ശനിയാഴ്ച ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. സമരം തുടരും. ഈ ഇന്നത്തെ അഡീഷണൽ ലേബർ കമ്മീഷനുള്ള ചർച്ച പോസിറ്റീവാണ്. തൊഴിലാളികൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടാണെങ്കിലും ഇത് ഹൈക്കോടതിയും സുപ്രീം കോടതിയിലൊക്കെയുള്ള വിഷയമായതുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ ഒരു ഉറപ്പ് പൂർണ്ണമായി വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് കലക്ടറും കൂടി വേണം, സ്പെഷ്യൽ ഓഫീസർ വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചർച്ച 19-ാം തീയതിയിലേക്ക് വെച്ചിട്ടുണ്ട്. സമരം തുടരും. സമരം ഈ തൊഴിലാളികളുടെ ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് വരെയുള്ള പ്രക്ഷോഭത്തിന് തുടരും. അതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്താണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, എന്തായാലും അവർ സമരം തുടരും, പക്ഷേ ഇന്നത്തെ ചർച്ചയിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇന്നുണ്ടായ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്ത്? വിശദാംശങ്ങൾ കൂടി പറയും. കീർത്തന, ഈ എൽസിൻ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ തൊഴിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 3 ദിവസമായി സമരത്തിലാണ്. എൽസിൻ എസ്റ്റേറ്റിന് മുന്നിൽ കുടിൽ കെട്ടിയാണ് സമരം തുടരുന്നത്. ഈ സമരം തുടരും എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇന്ന് അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു കളക്ടറേറ്റിൽ. അതിൽ തൊഴിലാളി സംഘടനാ പ്രതിനിധികളൊപ്പം തന്നെ എൽസിൻ എസ്റ്റേറ്റിലെ തൊഴിലാളികളും പങ്കെടുത്തിരുന്നു. ആ ചർച്ചയിൽ പ്രധാനമായും ഈ ആനുകൂല്യങ്ങൾ മാനേജ്മെന്റിൽ നിന്ന് ലഭ്യമാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 13 വർഷത്തിലേറെയായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പോലും ഗ്രാറ്റുവിറ്റിയും PF അടക്കമുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട്, ശമ്പള കുടിശ്ശികയുണ്ട്. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സർക്കാർ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള തുക കോടതിയിൽ കെട്ടിവെച്ച ഒരു സാഹചര്യമുണ്ട്. ആ തുകയിൽ നിന്ന് ഈ തൊഴിലാളികളുടെ വിഹിതം ലഭ്യമാക്കണമെന്നുള്ള അപേക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത്. അത് അവകാശം കൂടിയാണ്. സ്വാഭാവികമായി ആ അവകാശം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് തൊഴിലാളി സംഘടനകൾ ഉയർത്തിയ നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ 19-ന് വീണ്ടും ചർച്ച നടത്തുന്നുണ്ട്. ഇന്ന് വളരെ പോസിറ്റീവായ ഒരു അവസ്ഥയാണ് ചർച്ചയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞത് എന്നുള്ളതാണ് തൊഴിലാളി സംഘടനാ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇനി 19-ന് വീണ്ടും ചർച്ച നടക്കും. ആ ചർച്ചയിൽ കൃത്യമായ ഇതിൽ രൂപരേഖ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ഇവിടെ വരുന്നുണ്ട്. അതിനു മുമ്പായി പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ള തരത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിലും നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ എൽസിൻ എസ്റ്റേറ്റിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. നാളെ മുതൽ പൂർണ്ണതോതിൽ അതിന്റെ വർക്കുകൾ ആരംഭിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സ്പെഷ്യൽ ഓഫീസർ എസ് സുഹാസ് നടത്തിയത്. കീർത്തന.